സൗവർണിക, മെയ് 4-നായി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായിട്ട് താമര വിരിയുമോ, കേരളത്തിൽ താമര വിരിയുമോ എന്ന് BJP-ക്കാരും, എന്നാൽ മറുപക്ഷത്തുള്ള LDF-ഉം UDF-ഉം പറയുന്നത് ഇവിടത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ്, വടക്കേ ഇന്ത്യക്കാരെ പോലെ അങ്ങനെ മണ്ടരല്ല, ഇവിടെ ഉള്ളവർക്ക് രാഷ്ട്രീയ ബോധമുണ്ട്, അതുകൊണ്ട് ഇവിടെ താമര വിരിയില്ല, കുളത്തിൽ മാത്രമേ താമര വിരിയുള്ളൂ എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ആ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് കേരളത്തിൽ താമര വിരിയിച്ചു. എന്നാൽ അതിൽ ഉപരിയായിട്ട് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP ചെറിയ വോട്ട് ശതമാനം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും അവരുടെ പെർഫോമൻസ് പൊതുവെ നോക്കുമ്പോൾ നല്ലതായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നല്ല രീതിയിൽ തന്നെയാണ് BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പല സർവേകളിലും ഉറപ്പായിട്ട് ഒരു 3 സീറ്റ് പറഞ്ഞിരുന്നു. BJP-യുടെ കണക്ക് അതിൽ കൂടുതലാണ് എങ്കിലും ഒരു 3 സീറ്റ് എന്തായാലും കിട്ടുമെന്നായിരുന്നു ഒരു കണക്കുകൂട്ടലുകൾ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി ഫലത്തിനായി കാത്തിരിക്കുമ്പോൾ എന്തു തോന്നുന്നു, BJP-ക്ക് കേരളത്തിൽ എത്ര സീറ്റ് കിട്ടാനുള്ള സാധ്യത? ചേച്ചി, തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഞാനും പറഞ്ഞത് 0 മുതൽ 3 സീറ്റ് വരെ, കാര്യം 15 സീറ്റ് വരെ BJP-ക്ക് പ്രവചിച്ചവരോട് 5 സീറ്റൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 0 മുതൽ മാക്സിമം 3 സീറ്റ് വരെ. ഇപ്പോ ഞാൻ പറയുന്നു 1 സീറ്റ് പോലും, അല്ലെങ്കിൽ കേരളത്തിൽ താമര ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിടരാനുള്ള അല്ലെങ്കിൽ താമര വിരിയാനുള്ള സാധ്യതയില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ BJP തന്നെ പറഞ്ഞത് BJP-ക്ക് വലിയ തോതിൽ 15ഓളം സീറ്റ്, എല്ലാ സീറ്റും 140 നിയോജക മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ടെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്ന 35ഓളം നിയോജക മണ്ഡലങ്ങളാണ്. അതിൽ 15 എണ്ണത്തോളം അവർക്ക് പ്രതീക്ഷയുണ്ട്, 5 എണ്ണം ഷുവർ. ആ ഒരു രീതിയിലാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടിക്കുള്ളിൽ പോലും ആശങ്കയുണ്ട് എത്ര സീറ്റ് വിജയിക്കുമെന്നുള്ളത്. അതൊരു ആശങ്ക തന്നെയാണ്. ഒരു നമ്മളെപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൽ BJP പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ചേച്ചി പറഞ്ഞ പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, പല മുനിസിപ്പാലിറ്റികളിലും BJP-ക്ക് അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊക്കെ മാറി ഒരു നിയോജക മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആണെന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കാം, തൃശ്ശൂർ അങ്ങനെയാണെങ്കിൽ താമര വിരിഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ട്. മുൻപും നേമത്ത് താമര വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നേമത്ത് അന്ന് താമര വിരിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആ ഒരു സിമ്പതിയുടെ പേരിലുള്ള, കാരണം ഇനി ഏത് തെരഞ്ഞെടുപ്പ് അദ്ദേഹം നിൽക്കാനുള്ളത് എന്ന ഒരു ജനങ്ങളുടെ ഒരു ജയിച്ചു പോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ആ സമയത്ത് അവിടെ നേമത്ത് ഉള്ള ആൾക്കാർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണെങ്കിൽ സിമ്പതിയാണ്. സുരേഷ് ഗോപിക്ക് സ്ത്രീകളുടെ വോട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഒരു സ്നേഹത്തിന്റെ പുറത്തുണ്ടായത്. അദ്ദേഹം അതിന് മുന്നേ കുറെ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ സ്ത്രീകളുടെ മുഴുവൻ വോട്ടും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. സുരേഷ് ഗോപിയുടെ കാര്യം പറയാൻ കഴിയില്ല, കാര്യം 5 വർഷം കഴിഞ്ഞാല് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വീണ്ടും ജയിക്കുകയാണെങ്കിൽ അത്രയും നല്ല വികസനം കാഴ്ചവെച്ചിട്ടാണെന്ന് പറഞ്ഞത്. അതിനുള്ള സാധ്യത നിലവിലെ സാഹചര്യം എനിക്ക് തോന്നുന്നില്ല. നേമത്ത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒരു നിയോജക മണ്ഡലം എന്ന് പറഞ്ഞ നേമമാണ്. നേമത്ത് ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ, ശബരിനാഥാണ്. വോട്ട് എങ്ങനെ പോകും, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് എന്തായാലും വിജയിക്കും, നേമത്ത് താമര ഇക്കുറി വിരിയുമെന്ന് ആദ്യം മുതൽ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് BJP പറഞ്ഞ ഒരു മണ്ഡലമാണ്. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക ചേച്ചി, നിലവിലെ സാഹചര്യം വെച്ച് അത് അത്ര എളുപ്പമല്ല. ഇനി ശബരി ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ആദ്യം ശബരിയെ സ്ഥാനാർത്ഥിയാക്കും പറഞ്ഞത് ശബരി ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി അല്ല, ശബരിക്ക് വലിയ മാജിക് ഒന്നും കാണിക്കാൻ കഴിയില്ല, മുരളീധരനെ കൊണ്ട് മുരളീധരനെ കൊണ്ട് കഴിയാത്തതാണോ ശബരിനാഥിലൂടെ കഴിയുന്നത് എന്ന് ചോദിച്ചവർക്ക് ഇപ്പൊ ഒരു ഭയമുണ്ട്. ശബരി ജയിക്കുമോ? ഞാൻ പറഞ്ഞത് ശബരി ജയിച്ചില്ല, ശബരി 2ാം സ്ഥാനത്ത് വന്നാലും അത് ശബരിയുടെ വിജയം തന്നെയാണ്. കാര്യം 3ാം സ്ഥാനത്താണ് മുരളീധരൻ ഉള്ളപ്പോ BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചത് മുരളീധരനാണ് എന്ന് പറയുമ്പോൾ പോലും അവിടെ 3ാം സ്ഥാനത്താണ് മുരളീധരൻ പോകുന്നത്. അവിടുന്ന് ശബരി 2ാം സ്ഥാനത്ത് എത്തിയാൽ അത് ശബരിയുടെ വിജയമാണ്. ഒരിക്കലും മേയറാകാൻ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുമ്പോൾ മേയറാകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടും പാർട്ടി നിയോഗിച്ച കാര്യം കൃത്യമായി ചെയ്ത ആളാണ് ശബരി. പിന്നെ ശബരി തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്തിന് ഒരു വൈകാരികമായ അടുപ്പം ശബരിയോട് ഉണ്ട്. അപ്പൊ ശബരി ജയിക്കോ ഇല്ലെന്നുള്ള പിന്നീടുള്ള കാര്യമാണ്. പക്ഷെ രാജീവ് ചന്ദ്രശേഖറിന് നേമത്ത് താമര വിരിയിക്കാൻ പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മനസ്സിലായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ആ ദിവസം ഒന്ന് ഓർത്തു നോക്ക്. കാരണം ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ആ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കൗണ്ടിങ് സമയങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു മുന്നിൽ. ഉച്ചവരെ അപ്പോ അവിടെ താമര വിരിഞ്ഞു എന്ന് ഉറപ്പിച്ചതായിരുന്നു. പക്ഷെ ലാസ്റ്റ് നിമിഷമാണ് ശശി തരൂർ തീരദേശത്തിന്റെ വോട്ട് എണ്ണിയപ്പോഴാണ് ശശി തരൂർ കയറി വന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് പിന്നെ നേമത്ത് കുറച്ച് BJP വോട്ടുകൾ ഉണ്ട് എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിന്റെ കൂടെ ബലത്തിലാണ് നേമത്ത് താമര വിരിയും എന്ന് BJP ഉറപ്പിച്ചിരുന്നത്. പക്ഷെ എന്നാൽ മത്സരം കൂടുതൽ കടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ സൗമ്യ പറഞ്ഞതുപോലെ BJP-ക്ക് പോലും ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രമുഖരായ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ കൊണ്ടുവന്നു, പ്രധാനമന്ത്രി നേരിട്ട് പ്രചരണത്തിനെത്തി. എന്നിട്ടും
BJP ക്യാമ്പുകളിൽ ആത്മവിശ്വാസം, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ, അതായത് വളരെ മുന്നേ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അപ്പോൾ മുതൽ BJP-യിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ. പക്ഷെ തെരഞ്ഞെടുപ്പിനോടടുത്ത്, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പ്രചരണങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ BJP ക്യാമ്പുകളിൽ തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി ഇല്ലാതായെന്ന് പറയേണ്ടി വരും. അതിന് വേറൊരു കാര്യം, ഇപ്പൊ കോൺഗ്രസ് തമ്മിത്തല്ലിനെ പറ്റി പറയുന്നുണ്ട്. കോൺഗ്രസ് എത്ര കാലം കഴിഞ്ഞിട്ടാണ് അവിടെ, അതായത് പണ്ട് മുതൽക്ക് കോൺഗ്രസ് ഒരു ഉറപ്പാ, ഒന്ന് LDF അല്ലെങ്കിൽ UDF, ഇങ്ങനെ മാറി മാറി വിശ്വാസമാണ്, അത് ആൾക്കാരുടെ വോട്ടിൽ ഉറപ്പാണ്. പക്ഷെ ആ പാർട്ടിയിൽ ഉണ്ടായി ഇപ്പൊ ഒരു മൂല്യച്യുതി വന്നിട്ടുണ്ട് എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിലെ തമ്മിത്തല്ലുമല്ല. ആ തമ്മിത്തല്ല് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് ഉണ്ടായതെങ്കിൽ BJP-യുടെ ഇവിടുത്തെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ആ ഒരു കോർഡിനേഷന്റെ കുറവ്, പിന്നെ മത്സരമാണ്, ആൾക്കാർ തമ്മിൽ മത്സരമാണ്, ആർക്ക് എവിടെ കയറി പറ്റാം, എന്ത് ചെയ്യാം എന്നുള്ള ഒരു, എന്താണ് പറഞ്ഞ, ഒരു അച്ചടക്കക്കുറവ് BJP-യുടെ താഴെത്തട്ടിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത് ആ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം ഈ ഒരു പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ പോലും അവർക്കിടയിൽ തന്നെ പല ഗ്രൂപ്പുകൾ, പല തട്ടുകളായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം BJP-യിൽ ഇപ്പോഴേ, ഈ തുടക്കം മുതലേ, അധികാരം കിട്ടിയിട്ടില്ല, ഒരു സ്ഥലത്ത് പോലും കിട്ടിയിട്ടില്ല, എന്നിട്ട് പോലും യഥാർത്ഥത്തിൽ BJP-യുടെ ഒരു രീതി വെച്ചിട്ട് അവർ അത്ര ശക്തമായി ഐക്യത്തോടെ നിന്ന് പ്രവർത്തിച്ചാൽ, നമ്മൾ കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോൾ പറയില്ലേ, തമ്മിൽ തല്ലില്ലാതെ നിന്നാൽ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ പറ്റും, ഈസിയാണെന്ന്. അതേ പ്രശ്നം തന്നെയാണ് ഈ BJP-യിലും ഉള്ളത്. എന്തിനേറെ പറയുന്നു, ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ഉറപ്പായിട്ട് വിജയിക്കും എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. സ്വാഭാവികമായിട്ടും രമേശ് പിഷാരടി, പാലക്കാട് BJP-ക്ക് വോട്ടും ഉണ്ടായിരുന്നു. രമേശ് പിഷാരടിക്ക് അദ്ദേഹം ഒരു സിനിമാ താരമാണ്, കോമഡി കാണുക, ഇപ്പൊ കോമാളി എന്നൊക്കെ അവിടെ ആൾക്കാർ വിളിക്കുകയും ചെയ്തു. പക്ഷെ പല സംഭവങ്ങളും രമേശ് പിഷാരടിക്ക് കുറച്ച് കൂടുതൽ ഒരു പ്രൊജക്ഷൻ കൊടുത്തിരുന്നു അവിടെ. ഏറ്റവും ഒടുവിൽ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലർ ബഹളം ഉണ്ടാക്കിയ സംഭവത്തോടുകൂടെ അതിൽ രമേശ് പിഷാരടി പ്രതികരിച്ചൊരു രീതിയും, പിന്നെ പൈസ കൊടുക്കുന്ന ഒരു ആ വിഷയം ഉണ്ടായപ്പോൾ ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചൊരു രീതിയും, ഇതെല്ലാം അവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുമായി ഇടപെടുന്നത്, ഇവിടെ പാർട്ടിക്കാർക്കിടയിലുള്ള ആ ഒരു ഇടപെടലുകൾ, ഇതെല്ലാം ഈ BJP വോട്ടുകൾ കുറയ്ക്കാൻ കാരണമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ വിജയം പ്രതീക്ഷിക്കുന്ന മറ്റൊന്നാണ് K. സുരേന്ദ്രന്റെ. അവിടെ എന്തായിരിക്കും അവസ്ഥ? അല്ല, K. സുരേന്ദ്രന്റെ അവിടെ ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്കൊന്ന് ശോഭാ സുരേന്ദ്രൻ, K. സുരേന്ദ്രനൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ആളുകളാണ്, എല്ലായിടത്തും ജയിക്കാനുള്ള ഒരു സാധ്യത. പക്ഷെ എനിക്ക് തോന്നുന്നില്ല മഞ്ചേശ്വരം അത്ര എളുപ്പത്തിൽ താമര വിരിയാൻ കഴിയുന്ന ഒരു മണ്ഡലം. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് എത്തിയതായത് കൊണ്ട് തന്നെ അവർക്ക് അതിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, മഞ്ചേശ്വരം പിടിക്കാൻ കഴിയുമെന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ചേച്ചി പറഞ്ഞതുപോലെ നിയമത്തിൽ ഇവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസമാണ് മഞ്ചേശ്വരത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പകുതി ആയപ്പോൾ ആത്മവിശ്വാസം കുറഞ്ഞു. സുരേന്ദ്രൻ അടക്കം ജയിക്കുമെന്നൊരു ആശങ്ക പങ്കുവെക്കുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽ അത്ര ആത്മവിശ്വാസം പോരാ. അത് കഴക്കൂട്ടത്തെ കാര്യമോ? കഴക്കൂട്ടം എന്ന് പറയുന്നത് BJP-ക്ക് വ്യക്തമായ വോട്ടുള്ള സ്ഥലം തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കഴക്കൂട്ടത്ത് വോട്ട് ഷെയർ കൂട്ടിയിട്ടുണ്ട് BJP. പക്ഷെ ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. സ്വർണ്ണക്കൊള്ളയും ശബരിമലയെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള പല ആരോപണങ്ങളും അദ്ദേഹം നേരിടുന്നുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ BJP വിജയം പ്രതീക്ഷിക്കേണ്ടതല്ലേ? ചേച്ചി, BJP വിജയം പ്രതീക്ഷിക്കേണ്ടതാണ്. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ വന്ന ശരത്ചന്ദ്ര പ്രസാദാണ്. ആദ്യ 2 റൗണ്ടുകളിലും ഒരു ഓളവും UDF-ന് സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ശരത്ചന്ദ്ര പ്രസാദിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം എന്ന് പറയുന്നത് അവിടെ BJP അല്ല വർക്ക് ചെയ്യുന്നത്, RSS ആണ്. RSS-ന് വ്യക്തമായ അടിത്തറയുള്ള സ്ഥലമാണ് കഴക്കൂട്ടം. വീടാന്തരം കയറുന്നതും RSS ആണ്. RSS വ്യക്തമായ അജണ്ട വെച്ച് തന്നെയാണ് കഴക്കൂട്ടത്തെ ആദ്യമൊക്കെ നേരിടുന്നത്. ആ സമയത്ത്, അല്ലെങ്കിൽ ആദ്യ 2 റൗണ്ടിൽ പറഞ്ഞത് മത്സരം BJP-യും LDF-ഉം തമ്മിലാണ്. അവിടെ UDF ഓൾറെഡി 3-ാം സ്ഥാനത്താണ്. അപ്പൊ അവിടെ UDF-ന് ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് ചേച്ചി പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു വികാരമുണ്ട്. കടകംപള്ളിയുടെ നാടാണെന്ന് പറയുമ്പോഴും കടകംപള്ളി സുരേന്ദ്രനെതിരെ വികാരം, ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ 3-ാമത്തെ റൗണ്ടിലാണ് അവരുടെ ആത്മവിശ്വാസം കുറയുന്നത്. ശരത്ചന്ദ്ര പ്രസാദിനെ വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് 3-ാം റൗണ്ടിൽ. അതെന്താണെന്നറിയില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ധാരണയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം CPM-നെതിരായി, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കണ്ട എന്ന് അവിടുത്തെ CPM-കാരടക്കം തീരുമാനിച്ചിട്ടുണ്ട്. ആ വോട്ട് ആർക്ക് കിട്ടുമോ അവർ വിജയിക്കും. ആ വോട്ട് മുഴുവനായി BJP-ക്ക് വന്നാൽ BJP വിജയിക്കും. ആ വോട്ട് UDF-ലേക്ക് വന്നാൽ UDF വിജയിക്കും. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇനി ജയിക്കണ്ട എന്നുള്ളത് പാർട്ടിക്കാരുടെ തീരുമാനമാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവർ ആർക്ക് കുത്തും. പിന്നെ പാർട്ടിക്കാർ എന്നതിലുപരി കഴക്കൂട്ടം എന്ന് പറയുമ്പോൾ കടകംപള്ളിയുടെ സ്വന്തം സ്ഥലമാണ്. അപ്പൊ ഈ അദ്ദേഹത്തെ നാട്ടുകാരെക്കാൾ കൂടുതലായിട്ട് വേറെ ആർക്കും അറിയാനില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ അദ്ദേഹത്തെയും പുതിയ കടകംപള്ളി എല്ലാം
അറിയാം, അവിടെയുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പൊ അവർ അദ്ദേഹം തോൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തോൽവി ആ ഉറപ്പായിരിക്കും. വോട്ട് എങ്ങോട്ടാണ് പോയതെന്ന് അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷെ ആദ്യത്തെ ഒരു കോൺഫിഡൻസ് BJP കഴക്കൂട്ടത്തിന്റെ വിഷയത്തിലും കാണിക്കുന്നില്ല. കേരളത്തിൽ താമര വിരിയുമെന്ന് പറയുമ്പോഴും BJP ക്യാമ്പിൽ പോലും ആ ഒരു ആത്മവിശ്വാസമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 2 നിയോജക മണ്ഡലങ്ങൾ കഴക്കൂട്ടവും നിയമവും അവർ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ ആത്മവിശ്വാസമില്ല. അതിന്റെ പിന്നിലെ കാരണം എന്താണ്? ചേച്ചി പറഞ്ഞതുപോലെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പോലും ഇതിനൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് കേരളത്തിൽ താമര വിരിയോ ഇല്ലയെന്നുള്ളത് ഒരു സംശയമായി നിലനിൽക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല 2020 NDAയുടെ സ്ഥാനാർത്ഥി ആയിട്ട് 2020 പല സ്ഥലത്തും നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും അവരുടെ ഒരു സ്ഥാനാർത്ഥിയും വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ആരും തന്നെ ഒരു പ്രകടനം കാഴ്ചവെച്ചതായിട്ട് പറയാനില്ല. അപ്പൊ ആ സീറ്റുകളുടെ കാര്യത്തിലും തീരുമാനമായി. പിന്നെ BJPക്ക് വേണ്ടിയിട്ട് ഒരു ജനപ്രിയരായിട്ടുള്ള ആളെന്ന് പറയാനായിട്ടുള്ളത് ഒന്ന് മേജർ രവി, പിന്നെ ഒന്ന് ശങ്കുട്ടി ദാസ്. പക്ഷെ അവർക്കെല്ലാം ഒരു വിജയ സാധ്യത ചിലപ്പോൾ അവരുടെ വോട്ട് ഷെയർ കൂട്ടുമായിരിക്കാം. അല്ല, എനിക്ക് തോന്നുന്നു പല മണ്ഡലങ്ങളിലും 3ാം സ്ഥാനത്തുള്ളത് 2ാം സ്ഥാനത്തെത്തും. 1ാം സ്ഥാനത്ത് അല്ല, ഇപ്പൊ 3ാം സ്ഥാനത്തായാൽ പോലും പഴയതിൽ നിന്ന് BJP നില മെച്ചപ്പെടുത്തുമായിരിക്കാം. പക്ഷെ എന്നാലും വിജയ സാധ്യത എന്ന് പറയുന്നത് വളരെ വിരളമായി തന്നെ പറയേണ്ടി വരും.